ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കർത്താവിന് മഹത്വം. താങ്ക് യു ജീസസ്. ദൈവത്തിന് മഹത്വം. താങ്ക് യു ജീസസ്. കർത്താവിന് മഹത്വം. ജീസസ്. താങ്ക് യു ലോർഡ്. യേശുവേ നന്ദി പറയും. യേശുവേ നന്ദി പറയും. യേശുവേ നന്ദി പറയും. ജീസസ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ തന്നെ തിരുനാമം മഹത്വപ്പെടാൻമാറാകട്ടെ. ഈ സായം സന്ധ്യയിൽ നിങ്ങളോട് കൂടെ ആയിരിക്കാൻ കർത്താവ് എനിക്ക് ജീവിതത്തിൽ നൽകി തന്ന ഭാഗ്യ പദവി ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിനോടുള്ള ബന്ധത്തിൽ എനിക്കിങ്ങനൊരു അവസരം നൽകി തന്ന കർത്താവിൻ്റെ ദാസി, കർത്താവിനാൽ പ്രസിദ്ധമായ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസി, അതേ സ്തോത്രം റോസ്ലിൻ സുരേഷ് അവരുകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മറ്റ് എല്ലാ പ്രവർത്തകരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മുഖവരകളൊന്നും അധികം പറഞ്ഞ് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. പരിമിതമായ സമയത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു ദൈവാലോചന ഈ സന്ധ്യയിൽ കൈമാറാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ഈ പകലിലെ ചിന്തയ്ക്ക് ആധാരമായി യോശുവയുടെ പുസ്തകം 5-ാമത്തെ അധ്യായം, യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുന്നു. കർത്താവിൽ ശരണപ്പെടുന്നു. യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രൈമിൻ്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്യും. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ഗിൽഗാൽ എന്ന് പേർ പറയുന്നു. നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ലവൻ വിശ്വസ്തനുമായ ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി പ്രാർത്ഥിക്കും. റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ഈ സന്ധ്യയിൽ കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി, വലിയ ശക്തി ഈ മാധ്യമത്തിലൂടെ ദൈവാത്മാവ് അയക്കേണ്ടതിന് ഈ ലൈവ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിടുതലും ദൈവപ്രവർത്തിക്കത് കാരണമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറട്ടെ കർത്താവ്. ദൈവപ്രവൃത്തി കൂടെ ഇരിക്കണം. ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് യോശുവയുടെ പുസ്തകം. തുടർമാനമായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ആ ഭാഗം ചിന്തിക്കുന്ന ഒരു വേദഭാഗമാണ്. ദൈവാത്മാവിൻ്റെ ഉള്ളിൽ അതേ സ്തോത്രം തന്ന ഒരു ദൈവിക ചിന്ത ഈ സന്ധ്യയിൽ നിങ്ങളുമായി കൈമാറുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പരിശുദ്ധാത്മാവ് യോശുവയുടെ പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം, 5-ാം അധ്യായത്തിൽ ദൈവം യോശുവയെ നടത്തിക്കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാം യോശുവ അതേ ദൈവത്താൽ നിയോഗിതനായി ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി നിയോഗിതനാകുന്ന യോശുവയെ കാണാം. 2-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ യോശുവ ജനത്തെ ഉറ്റുനോക്കുവാനായി പറഞ്ഞു വിടുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ 2-3 അധ്യായങ്ങളിലൊക്കെ ആ ഭാഗം കാണാം. 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യെരിഹോ പട്ടണത്തെ പിടിച്ചടക്കുവാനായി യോശുവയുടെ നേതൃത്വം കടന്നു വരുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ആത്മാവ് 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു പ്രത്യേക പദമാണ് ഇന്ന് സന്ധ്യയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാനിടയായി. സ്തോത്രം. ശാന്തമായി നിന്നുകൊണ്ട് ദൈവാത്മാവിന്റെ പ്രേരണയിൽ ദൈവാത്മാവിൽ സംസാരിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. 9-ാമത്തെ വാക്യത്തിൽ ദൈവം യോശുവയോട് പറയുന്നത്, ഇന്ന് ഞാൻ മിസ്രയീമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളയും. സ്തോത്രം. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന് പേർ വിളിക്കപ്പെടും. നോക്കിക്കേ പ്രിയരെ, 9-ാമത്തെ വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു ഗിൽഗാൽ എന്ന് പറയുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്തെ എന്തിനാ ഗിൽഗാൽ എന്ന് വിളിക്കപ്പെടുന്നത് ചോദിച്ചാൽ വചനം പറയുന്നു ഇസ്രായേൽ ജനത്തിന്റെ നിന്നയെ സ്വർഗത്തിലെ ദൈവം മാറ്റിക്കളഞ്ഞ് ആ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന് പേരുണ്ടായി. ഇന്ന് രാത്രിയിൽ ഈ സന്ധ്യായാമത്തിൽ ഈ വചനം പ്രസംഗിക്കുമ്പോൾ ചെറിയവരും വലിയവരും ജീവിതത്തിൽ സമസ്ത മണ്ഡലങ്ങളിൽ ലോകത്തായിരിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ദൈവം ഒരു ഗിൽഗാൽ വെച്ചിട്ടുണ്ട്. ആമേൻ. ഒരു ഗിൽഗാൽ എന്നിവരുടെ ജീവിതത്തിലുമുണ്ട്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു ഗിൽഗാൽ ഉണ്ടായിട്ടുണ്ട്. ഗിൽഗാലിലൂടെ മാത്രമേ നമുക്ക്
അടുത്ത ദൈവിക വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഒരിക്കലും നമുക്ക് ഗിൽഗാലിൽ കടക്കാൻ പറ്റിയില്ല എങ്കിൽ, ഗിൽഗാലിലൂടെ പുറത്തു വരാൻ പറ്റിയില്ല എങ്കിൽ ഒരിക്കലും നെറ്റ്വർക്കിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവർ എന്നോട് ദയവായി ക്ഷമിക്കുക. നെറ്റ്വർക്കിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് കട്ടായി പോകുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ജീവിതത്തിന്റെ നമ്മുടെ എല്ലാ അനുഭവങ്ങളിലും ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് ഗിൽഗാൽ. ഗിൽഗാൽ ദൈവം നമ്മെ മറികടക്കാൻ ആഗ്രഹിക്കുന്നു. ഗിൽഗാൽ നാം മറികടന്നേ മതിയാകത്തുള്ളൂ. സ്തോത്രം. ആമേൻ. ഗിൽഗാലിനെ കുറിച്ച് പറയുമ്പോൾ ദൈവം പറയുന്നു, ഇസ്രായേൽ മക്കളുടെ നിന്ദയെ ഞാൻ മാറ്റിക്കളയാൻ പോകും. സ്തോത്രം. വേദപുസ്തകത്തിനകത്തേക്ക് നമ്മൾ കയറി നിൽക്കുമ്പോൾ വ്യത്യസ്തമായ നമുക്കൊരു വ്യക്തിയെ കാണുവാൻ പറ്റും. ആ വ്യക്തിയുടെ പ്രത്യേകത, ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്ന വ്യക്തിയുടെ പ്രത്യേകത, വേദപുസ്തകം പറയുന്നു അവൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സഹോദരിയാണ്. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സഹോദരി നമുക്ക് കാണുവാനായിട്ട് പറ്റും. അവിടെ കാണുവാൻ പറ്റുന്നത് നമുക്കറിയാം. സ്തോത്രം. ആ സഹോദരിയുടെ പേര് ഹന്ന എന്നാണ്. ആ സഹോദരിയുടെ പേര് ഹന്ന എന്നാണ്. ഹന്ന എന്ന സഹോദരി 1-ാം അധ്യായം, 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണും. അവിടെ ഈ സഹോദരി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവളും ദൈവത്തെ ആരാധിക്കുന്നവളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവളൊക്കെയാണ്. പക്ഷേ ആമേൻ 5-ാമത്തെ വാക്യത്തിൽ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. സ്തോത്രം. ഹന്നയുടെ ഒരു വിഷയം എന്ന് പറയുന്നത് ഹന്നയ്ക്ക് തലമുറകളില്ലായിരുന്നു. ദൈവത്തിന് മഹത്വം. ഈ രാത്രി, ഈ സന്ധ്യായാമത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയും നമ്മളെല്ലാം ആരാധിക്കുകയും ചെയ്യുമ്പോൾ ചില മേഖലകളിൽ ചില പ്രതിബദ്ധതകൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ലോകം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ? നിങ്ങൾ ആരാധിക്കുന്നവരല്ലേ? നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നവരല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഇത് സംഭവിക്കുന്നത്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിനെ ആരാധിക്കുന്ന ദൈവമക്കൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഈ വേദന ഉണ്ടാകുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് മറുപടി ഇല്ലാത്തത്? നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനൊരു തടസ്സമുണ്ടാകുന്നെന്ന 100 കണക്കിന് ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചോദിപ്പാൻ സാധ്യതയുണ്ട്. ആ ചോദ്യത്തിന്റെ നടുവിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. എന്നാൽ ഇവിടെ ഇതാ നോക്കൂ, ഹന്ന എന്ന സഹോദരി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി, ആരാധിക്കുന്ന ഒരു സഹോദരി, ദൈവമായിട്ട് ബന്ധമുള്ള ഒരു സഹോദരിയാണ്. ആ സഹോദരിയുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ട്. നന്മയുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്, ഭർത്താവുണ്ട്, ആമേൻ സ്തോത്രം, പറയത്തക്ക മാന്യതകളൊക്കെ ഉണ്ട്, നല്ല ചച്ചുണ്ട്, ആമേൻ കൂട്ടവിശ്വാസികളുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും അവളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അകത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ, അവളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നാം ഒന്ന് നോക്കിയാൽ എല്ലാം പുറമേ ഉണ്ടെങ്കിലും അകത്തളത്ത് ശൂന്യത അനുഭവിക്കുന്ന ഒരു സഹോദരിയാണ് ഹന്ന. ഇന്ന് സന്ധ്യയിൽ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നത്, പുറമെ എല്ലാം ഉണ്ടെങ്കിലും, പുറമെ എല്ലാ മാന്യതകളും ഉണ്ടെന്ന് തോന്നുമെങ്കിലും മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ പുറമേയുള്ള നന്മകളോ പുറമേയുള്ള അനുഭവങ്ങളോ ഒന്നുമല്ല, അവൻ ആരോടും പറയാതെ അനുഭവിക്കുന്ന എത്രയോ ശൂന്യതയുടെ അനുഭവങ്ങൾ ഉണ്ട് എന്ന് മറക്കരുത്. ഇവിടെ ഇതാ ഹന്ന ദൈവത്തിന്റെ സന്നിധി നിൽക്കുമ്പോൾ ഹന്നയുടെ ഹസ്ബൻഡ് 2 നിലയിലുള്ള കാര്യങ്ങൾ അവിടെ വായിക്കുന്നുണ്ട്. ഒന്ന്, ഹന്ന മക്കളില്ലാതിരിക്കുമ്പോൾ ഹന്നയുടെ വീട്ടിനകത്ത് പെനീന എന്ന് പറയുന്ന ഹന്നയുടെ കൂട്ട സഹോദരി, പെനീന എന്ന് പറയുന്ന ആ സഹോദരി ഹന്നയെ നിരന്തരമായി അപവാദം പറയുന്ന, ഹന്നയെ ദുഷിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം നമുക്കിവിടെ കാണുവാൻ പറ്റും. സഹോദരങ്ങളെ, ജീവിതത്തിൽ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും മനുഷ്യരുടെ മുമ്പിൽ നിന്ദിയുള്ള, മനുഷ്യരുടെ മുമ്പിൽ നിന്ദാപാത്രമായി കടന്നു പോകുന്ന ആ സഹോദരി തന്റെ ജീവിത സാഹചര്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുന്ന പ്രത്യേക അനുഭവങ്ങളാണ് ആമേൻ ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ വായിക്കുന്നു, ആമൻ പെനീന അവളെ നിരന്തരമായി അസഹ്യപ്പെടുത്തുകൊണ്ട്, കുത്തുവാക്കുകൾ കൊണ്ട്, നിന്ദാവാക്കുകൾ കൊണ്ട് അവളെ വ്യസനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് രാത്രിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു,
ദൈവത്തോട് നിലവിളിക്കുന്നു എന്ന് പറയുമ്പോഴും മറ്റുള്ളവരുടെ മുൻപിൽ ഒരുപക്ഷെ തലകുനിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്തുണ്ടെങ്കിൽ, ഒരുപക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ നടുവിൽ അപമാനിക്കപ്പെട്ട സാഹചര്യങ്ങൾ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ നടുവിൽ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം നമ്മെ ഉദ്ധരിക്കുന്ന ദൈവമാണ്, ദൈവം നമ്മെ ആദരിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതാ സ്തോത്രം. ഈ സഹോദരി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അവിടെ വായിക്കുന്ന പ്രത്യേക സാഹചര്യം വായിക്കാം. അവൾ പ്രാർത്ഥിക്കുന്നവളാണ്. നമുക്കറിയാം, പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിയുടെ ജീവിതത്തിൽ, ആരാധിക്കാത്തൊരു വ്യക്തിയുടെ ജീവിതത്തിൽ, ദൈവമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ശൂന്യത വന്നാൽ നമുക്ക് പറയാൻ കഴിയും, അതവൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്, അവൾ ആരാധിക്കാത്തത് കൊണ്ടാണ്, അവൻ നിലവിളിക്കാത്തത് കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ നോക്കിക്കേ, ആണ്ടിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഹന്നയുടെ ലൈവിനകത്ത് എന്താ ശൂന്യത വന്നെന്ന് ചോദിച്ചാൽ, അവൾ പ്രാർത്ഥിക്കാത്തതിന്റെ കുറവാണെന്ന് പറയാൻ പറ്റുമോ? അവൾ ആരാധിക്കുന്നതിന്റെ കുറവാണെന്ന് പറയാൻ പറ്റുമോ? അവൾ ദൈവത്തിന് മഹത്വം കൊടുക്കാത്തതിന്റെ കുറവാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അവൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. പക്ഷെ ഒരു കാര്യം മറക്കരുത്, അതിന്റെ പിന്നെ ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആമേൻ, സ്തോത്രം. വചനം പറയുന്നു, നിന്റെ ജീവിതത്തിൽ ഒരു ഗിൽഗാൽ വരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നിന്റെ നിന്ദയെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നിന്റെ കുടുംബത്തിന്റെ നിന്ദയെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ നിന്ദകളെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതേ സഹോദരങ്ങളെ, എന്തിനു വേണ്ടി നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വരുന്നു? എന്തിനു വേണ്ടി നിന്റെ ജീവിതത്തിൽ വേദനകൾ കടന്നു വരുന്നു? എന്തിനു വേണ്ടി നിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കടന്നു വരുന്നു? ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിന്റെ പ്രവൃത്തി അതിന്റെ നടുവിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഈ സന്ധ്യയെങ്കിൽ ഞാൻ ആത്മാവിൽ കൈമാറട്ടെ, നിന്റെ കുടുംബത്തിനകത്ത് ആ വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് ആത്മാവിൽ സ്വീകരിപ്പാൻ ഇടയാകും? അങ്ങനെ സ്വീകരിക്കുന്നവരുടെ നടുവിൽ ഒരത്ഭുതം ചെയ്യാൻ ഈ സന്ധ്യയിൽ ദൈവം മതിയായ ദൈവമാണ്. നോക്കിക്കേ, ഇവൾ വന്നു നിൽക്കുമ്പോൾ ഒരു സൈഡിൽ കുത്തുവാക്കുകളുടെ കൂട്ടം, ഒരു സൈഡിൽ കുത്തുവാക്കുകൾ പറയുമ്പോൾ ഇവളുടെ ഭർത്താവ് വന്നിട്ട് അവളോട് പറയുന്നൊരു പദമുണ്ട്. ആ വാക്യം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. അതേ സ്തോത്രം. വചനം പറയുന്നു, ദൈവം, 5-ാമത്തെ വാക്യം, ആമേൻ സ്തോത്രം. വചനം പറയുന്നു, ഹന്നയ്ക്കോ, അവൾ ഹന്നയെ സ്നേഹിക്കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും, എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. ദൈവം എന്തിനാ അത് ചെയ്തേ? അടുത്ത വാക്യം വായിക്കുമ്പോൾ സ്തോത്രം, 7-ാമത്തെ വാക്യത്തിൽ, ഇവളാലയത്തിൽ പോകുമ്പോൾ സഹോദരി കുത്തുവാക്ക് പറഞ്ഞ് ദുഃഖിക്കാറുണ്ട്. ഇവളുടെ ഭർത്താവ് പറഞ്ഞൊരു പദം ഇന്ന് സന്ധ്യ ഞാൻ നിങ്ങളോട് പറയാം. അവൾ പറയുന്നത് ഇങ്ങനെയാണ്. ആ ഭർത്താവ് പറയുന്നു, ഞാൻ നിനക്ക്, അതേ സ്തോത്രം, 10 മക്കളൊക്കെ നല്ലവനല്ലേ? സ്തോത്രം. ഭർത്താവ് പറയാൻ, ഞാൻ നിനക്ക് നല്ലവനല്ലേ? ഞാൻ നിന്റെ കൂടെയില്ലേ? നീ എന്തിനാ ദുഃഖിക്കുന്നേ? നീ എന്തിനാ ഭാരപ്പെടുന്നേ? ഞാൻ നിന്റെ കൂടെയില്ലെന്ന് അവൻ ഭർത്താവ് പറയുമ്പോ ഹന്ന അത് ചെവി കൊടുക്കാൻ തയ്യാറായില്ല. എന്താ കാര്യമെന്നറിയാമോ? ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ നന്മകളും ഈ ലോകത്തിലെ ഏതെല്ലാം കാര്യങ്ങൾ വെച്ചാലും അതെ തുലനം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എത്ര ദൈവമക്കൾ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിപ്പാനിടയാകും. അതേ സഹോദരങ്ങളെ, ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ, ദൈവം തരുന്ന നന്മകളും അതിന് പകരം വെക്കാൻ ഈ ലോകത്തിന് ഒരു നന്മയ്ക്കും കഴിയില്ല, ഒരു അനുഗ്രഹത്തിനും കഴിയില്ല. കാരണം ദൈവത്തിന്റെ അനുഗ്രഹം അത് മാറ്റമില്ലാത്ത അനുഗ്രഹമാണ്. സ്തോത്രം. ഒരു കാര്യം കൂടെ പറയാം. ജീവിതത്തിന്റെ സാഹചര്യത്തിന്റെ നടുവിലൂടെ അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇറങ്ങിപ്പോയപ്പോൾ, അബ്രഹാം എന്ന മനുഷ്യൻ ഇതേ സിറ്റുവേഷനിലൂടെ പോയപ്പോൾ, അവൻ സാറ എന്ന് പറയുന്ന അബ്രഹാമിന്റെ ഭാര്യ അബ്രഹാമിനോട് പറയുകയാണ്, നമുക്ക് തലമുറയില്ല, പക്ഷേ ഞങ്ങൾക്ക് തലമുറയില്ലെങ്കിലും ഹാഗർ എന്ന് പറയുന്ന ദാസിയിൽ നീ എനിക്കൊരു തലമുറയെ തരണം. സെയിം വിഷയമാണ്, സെയിം വിഷയം, രണ്ടും ഒരുപോലത്തെ വിഷയമാണ്. ഒരു സൈഡിൽ വായ്ദത്തം കിടക്കുമ്പോൾ, ഒരു സൈഡിൽ ദൈവാലോചന കിടക്കുമ്പോൾ, ഹാമൻ സ്തോത്രം, ഹാഗറിനകത്തൊരു തലമുറ വേണമെന്ന് സാറ പറയുക. ഞാൻ പറഞ്ഞത്, ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ തള്ളിക്കയറ്റം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ, സാഹചര്യത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ, നാം എടുക്കുന്ന ചിന്തകൾ പലപ്പോഴും അത് വേദനയ്ക്ക് കാരണമായി തീരാൻ സാധ്യതയുണ്ട്. നോക്കിക്കേ, സാറ പറയുന്നു, എനിക്കൊരു മകന് വേണം. ദൈവാലോചന പറഞ്ഞു, നിനക്ക് ഞാൻ വായ്ദത്തം തരും.
ദൈവം പറഞ്ഞു നിനക്ക് ഞാൻ വാഗ്ദത്തം തരും. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു, സമയങ്ങൾ കഴിഞ്ഞു, ഒന്നും കാണാതിരിക്കുമ്പോൾ വചനം പറയുന്നു അവർ തീരുമാനമെടുക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ഈ സന്ധ്യയെങ്കിൽ ഈ ശബ്ദത്തിൽ കേൾക്കുന്ന ചിലരോട് ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയാം, നിന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ, നിന്റെ ജീവിതത്തിന്റെ ഭൗതിക മണ്ഡലങ്ങളിൽ, നിന്റെ ജീവിതത്തിന്റെ ആത്മീക അനുഭവങ്ങളിൽ നീ എടുക്കുന്ന തീരുമാനം അത് ദൈവത്തിന്റെ ഹിതമാകുവാൻ ദൈവം ഇന്ന് ഈ സന്ധ്യയിൽ ആഗ്രഹിക്കുകയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിന്റെ ജീവിതത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, നിന്റെ സഭയോടുള്ള ബന്ധത്തിൽ, നിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവത്തിന്റെ തീരുമാനമാകുവാൻ ദൈവം ഇന്ന് പകൽ ആഗ്രഹിക്കുകയാണ്. സാറയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ അവളെടുത്ത തീരുമാനം നാളുകൾ കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിൽ അതൊരു ഭാരമായി മാറി. സ്തോത്രം. ഇന്ന് പകൽ എന്റെ ഈ വാക്ക് ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഓടിത്തളർന്ന, നിന്റെ ജീവിതത്തിൽ പതറിപ്പോയ സാഹചര്യങ്ങളുടെ നടുവിലാണ് ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിന്റെ തീരുമാനമെടുത്ത് പരാജയപ്പെട്ടെങ്കിൽ, ജീവിതത്തിൽ നൂറുകണക്കിന് തീരുമാനമെടുത്ത് സകലതും പരാജയപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, സകലതിനെ മാറ്റിമറിക്കുന്ന ഒരു സർവശക്തനുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന യേശു നിങ്ങളുടെ ജീവിതത്തെ ശരിയായ ദിശയിലേക്ക് നടത്താൻ മതിയായ ദൈവമാണ്. ആമേൻ. നിന്നെ ശരിയായ ദിശയിലേക്ക് നടത്തുവാൻ ഈ ദൈവം മതിയായ ദൈവമാണ്. സ്തോത്രം. അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയാം, ലക്ഷ്യം തെറ്റുന്ന ഒരു നൂറുകണക്കിന് ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് മകൾ ഒരു ദൈവമായി ലക്ഷ്യം തെറ്റാൻ പാടില്ല. ലക്ഷ്യം തെറ്റുക എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ പരാജയമാണ് സഹോദരങ്ങളെ. വചനം പറയുന്നു, ലക്ഷ്യം തെറ്റാതെ കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് എത്തിക്കുവാൻ കഴിവുള്ള ഒരുത്തനേ ഉള്ളൂ. അതാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. അവൻ 119 സങ്കീർത്തനത്തിൽ ഭക്തനായ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, നിന്റെ വചനം എന്റെ കാലിന് ദീപമാണ്, എന്റെ പാതയ്ക്ക് പ്രകാശമാണ്. ഇന്ന് പകല് ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ കാലിന് ദീപം, പാതയ്ക്ക് പ്രകാശമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അവൻ ഇരുളടഞ്ഞ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ, അടയപ്പെട്ട വാതിലുകളുടെ നടുവിൽ തുറക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ആ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് സന്ധ്യ ചലിക്കുന്ന ദൈവമാണ്. എത്ര പേർക്ക് മനസ്സിലായി? നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ജീവിത സാഹചര്യത്തിന് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്ന് ഈ സന്ധ്യക്കകത്തേക്ക് ഇറങ്ങി വരാൻ കഴിവുള്ള കരുത്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവം നിനക്ക് വേണ്ടി ഈ സന്ധ്യയിൽ നിന്റെ വിഷയത്തിന്റെ നടുവിലേക്ക്, നിന്റെ സാഹചര്യത്തിന്റെ നടുവിലേക്ക്, നിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമാണെന്ന് പറഞ്ഞാൽ എത്ര ദൈവമൊക്കെ ദൈവത്തെ സ്തുതിപ്പാനിടയാകും. ഒരുപക്ഷെ നാളുകൾ അടയപ്പെട്ടതായിരിക്കാം, ഒരുപക്ഷെ നാളുകൾ ബന്ധിക്കപ്പെട്ടതായിരിക്കാം, ഒരുപക്ഷെ ഒരു പ്രയോജനമില്ലെന്ന് തോന്നിയതായിരിക്കാം, ഒരുപക്ഷെ ഒരു സാധ്യതയുമില്ലെന്ന് തോന്നിയതായിരിക്കാം. എന്നാൽ ഈ സന്ധ്യകൾ അതിനകത്തേക്ക് ചലിക്കാൻ കഴിവുള്ളൊരു ദൈവമാണ് യേശു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സന്ധ്യയെങ്കിൽ ഞാൻ വിളിച്ചു പറയാം, ചിലരോട് ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി ഈ സന്ധ്യയെങ്കിൽ വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും ഒരുപക്ഷെ സാധ്യതയില്ലെന്ന് നീ വിധി എഴുതിയെങ്കിൽ ഇനിയൊന്നും നടക്കാൻ പോകുന്നില്ല, ഇനിയൊന്നും കാണാൻ പോകുന്നില്ല. ചിലർ നോക്കി ദൈവാത്മാവ് ഇന്ന് സന്ധ്യയെ വിളിച്ചു പറയുന്നു, ഇരുളടഞ്ഞ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ഒന്നും കാണാൻ കഴിയാത്ത അനുഭവങ്ങൾ ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ഇന്ന് സന്ധ്യയിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് ഇന്ന് രാത്രി പറയുന്നു, അതേ സാധ്യതയില്ലെന്ന നിനക്ക് തോന്നുന്ന അതേ സാഹചര്യത്തിന്റെ നടുവിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. അതത്ര ഇന്ന് സന്ധ്യയിൽ പ്രസംഗിക്കുന്ന യേശു. അവൻ മനുഷ്യരാർക്കും ഇറങ്ങി വരാൻ കഴിയാത്ത അതേ സാഹചര്യത്തിനകത്തേക്ക് ഇറങ്ങി വന്ന് നിന്നെ ഉദ്ധരിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നീ സേവിക്കുന്നെന്ന് ഈ സന്ധ്യയിൽ മറക്കരുത്. ഹല്ലേലൂയ. പർവ്വത സമാനമായ വിഷയത്തിന്റെ നടുവിലായിരിക്കാം നിങ്ങൾ പോകുന്നത്. പർവ്വത സമാനമായ വിഷയത്തിന്റെ നടുവിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നതെങ്കിൽ, ഇനി ഇതിനകത്തൊരു വിടുതൽ കാണത്തില്ലെന്ന് ഒരുപക്ഷെ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ, അങ്ങനെ ചിന്തിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ വിഷയം പർവ്വത സമാനമായ വിഷയമാണ്. ഈ സന്ധ്യയെങ്കിൽ ആത്മാവ് ചിലരോട് പറയുന്നു, നിന്റെ വിഷയം പർവ്വത സമാനമായ വിഷയമാണ്. ഒരു മറുപടി ലഭിക്കില്ലെന്ന് നീ വിധി കൽപ്പിച്ച സ്ഥാനത്ത്, ഒരു മറുപടി ലഭിക്കത്തില്ലെന്ന് നീ ചിന്തിച്ച മണ്ഡലത്തിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയട്ടെ, നീ സേവിക്കുന്ന ദൈവം നിന്റെ അകത്ത്, നിന്റെ അരികിൽ ഇറങ്ങി വന്ന അവിടുന്ന് വിടുവിപ്പാൻ കരുത്തനായ ദൈവമാണ്.
അവിടുന്ന് വിടിവിപ്പാൻ കരുത്തനായ ദൈവമാണ്. അവിടുന്ന് ഉദ്ധരിപ്പാൻ കരുത്തനായ ദൈവമാണ്. അവിടുന്ന് വലിച്ചു കയറ്റാൻ കരുത്തനായ ദൈവമാണ്. ഒരുപക്ഷെ ചെങ്കടൽ പോലെ നിന്റെ മുന്നിൽ അടയപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. സ്തോത്രം. നിന്റെ ജോലി മണ്ഡലത്തോടുള്ള ബന്ധത്തിൽ, നിന്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചെങ്കടൽ പോലെ അടയപ്പെട്ട മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളുടെ നടുവിൽ നീ അകപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ സന്ധിയെ ദൈവം നിന്നോട് കൈമാറുന്നു. ദൈവത്തിന്റെ വചനം നിന്നോട് കൈമാറുന്നു. ചെങ്കടലിനെ രണ്ടായി വിഭാഗിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഈ സന്ധിയിൽ ജീവിച്ചിരിക്കൊണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. വചനത്തിലേക്ക് മടങ്ങി വരാം. ഞാൻ ഇങ്ങനെ പറഞ്ഞ സമയങ്ങൾ ഒത്തിരി പോകും. ദൈവവചനത്തിലേക്ക് മടങ്ങി വരാം. പ്രിയരെ, വചനം പറയുന്ന ഈ സഹോദരി അതേ ആലയത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. നമുക്കറിയാം, ആലയത്തിന്റെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ഈ സഹോദരി പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, എനിക്ക് അത് മനസ്സിലായില്ല. വീട്ടിനകത്ത് നിന്ദിക്കപ്പെട്ടവൻ, സഭയ്ക്കകത്ത് നിന്ദിക്കപ്പെട്ടവൻ, സമൂഹത്തിന്റെ അകത്ത് നിന്ദിക്കപ്പെട്ടവൻ, ആ നിന്ദയുമായിട്ട് ആ സഹോദരി ആലയത്തിന്റെ നടുവിൽ ചെല്ലുമ്പോൾ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട, കാഴ്ച നഷ്ടപ്പെട്ട ഏലി പറഞ്ഞു നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവളെ പരിഹസിപ്പാനിടയാ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം സഹോദരങ്ങളെ, ആ കുത്തുവാക്കുകളുടെ നടുവിൽ, ആ നിന്ന വാക്കുകളുടെ നടുവിൽ ഈ സഹോദരി തന്റെ ജീവിതത്തിൽ താൻ കണ്ട ദൈവത്തെ ഒരിക്കലും തള്ളിപ്പറയാൻ ഇടയായില്ല. ഞാനും നിങ്ങളൊക്കെ ആണെങ്കിൽ പറയും, യേശുവിനെ ആരാധിച്ചിട്ട്, യേശുവിനെ സേവിച്ചിട്ട് എന്റെ ജീവിതത്തിൽ കഷ്ടതയാണ്, നിന്നയാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസമെന്ന് പറഞ്ഞ് ഈ രക്ഷയുടെ മാർഗത്തെ തള്ളിക്കളയാൻ സാധ്യതയുള്ളപ്പോൾ ഈ സഹോദരി ദൈവത്തെ മുറുകെ പിടിപ്പാനിടയാണ്. വേദപുസ്തകം പറയുന്നു, മുറുകെ പിടിച്ചു. അവൾ ആലയത്തിലേക്ക് ദൈവസന്നിധി കരയാൻ തുടങ്ങിയപ്പോൾ അവളുടെ ഭർത്താവ് പറഞ്ഞു, രണ്ട് ചിന്തകളാണ് പറയുന്നത്. ഒന്ന്, അവളുടെ നിന്ന. രണ്ട്, അവളുടെ ഹസ്ബൻഡ് അവളോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ ഈ മറ്റ് വിഷയങ്ങളെക്കാൾ ഏറ്റവും വലുത് ഞാനാണെന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിന്റെ അനുഗ്രഹത്തിന് അവൻ പകരം വെക്കാൻ ഈ ലോകത്തിന് ഒരു അനുഗ്രഹത്തിന് കഴിയയില്ല. ഇവൻ ദൈവസന്നിധിയിൽ നിന്ന് കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ വചനം പറയുന്നു, ദൈവം അവളുടെ അതേ വിഷയത്തിന് മറുപടിയുമായി ഇറങ്ങി വന്നു. ഈ സന്ധ്യയെങ്കിൽ പരിമിതമായ സമയത്തിനകത്തു നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ദൂത് ഞാൻ കൈമാറട്ടെ. നിന്റെ വിഷയത്തിന്റെ പരിമിതിക്കകത്തു നിന്നുകൊണ്ട്, നിന്റെ കുടുംബ ജീവിതത്തിന്റെ പരിമിതിക്കകത്തു നിന്നുകൊണ്ട്, നിന്റെ ജോലി മേഖലയുടെ പരിമിതിക്കകത്തു നിന്നുകൊണ്ട്, നിന്റെ ജീവിതത്തിന്റെ പരിമിതമായ സാഹചര്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് നീ ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങുമ്പോൾ ആർക്കും കാണാത്തൊരു പിതാവ് നിനക്കുണ്ടെന്ന് മനസ്സിലാക്കി മത്തായി സുവിശേഷത്തിൽ യേശു പറഞ്ഞു, രഹസ്യത്തിലുള്ള നിന്റെ പിതാവുമായി നീ ബന്ധമുള്ള വ്യക്തിയാണെങ്കിൽ നിന്റെ കണ്ണുനീര് കണ്ടിട്ട് നിന്നെ മാനിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഉണ്ടെന്ന് ദൈവമൊക്കെ തിരിച്ചറിയുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവൻ കരഞ്ഞു, പുറത്താർക്കും മനസ്സിലായില്ല. പക്ഷെ വേദപുസ്തകം പറഞ്ഞു, ദൈവം അവളുടെ ജീവിതത്തിൽ വിടുതൽ അയച്ചു. ദാൻ മുതൽ ബർശേബ വരെ ഉള്ള ഒരു പ്രവാചകനെ ദൈവം അവൾക്ക് കൊടുത്തു. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഒരു ആത്മീക ദൂതാണ് ഞാൻ പറഞ്ഞത്. നിന്റെ വിഷയത്തെ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം, ആ 9-ാം അധ്യായത്തിന് നടുവിൽ ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും. അതും കൂടെ പറഞ്ഞ് എന്റെ വാക്കുകളെ പരിമിതപ്പെടുത്താൻ എന്റെ സമയം കഴിയാണ്. അതേ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം അതേ 9-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ 9-ാം അധ്യായത്തിൽ യേശു തന്റെ ശിഷ്യന്മാരുമായി കടന്നു പോകുന്ന സമയത്ത് അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യൻ, വഴിയിലിരിക്കുകയായി. യേശുവിന്റെ കൂടെ വന്ന ശിഷ്യന്മാർ പറഞ്ഞു, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്ക വണ്ണം ആരാണ് പാപം ചെയ്തത്? അതേ സ്തോത്രം. ഇവനാണോ ഇവന്റെ അമ്മയപ്പന്മാരാണ് പാപം ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, സ്തോത്രം, ഇവന്റെ അമ്മയപ്പന്മാർ. യേശു പറഞ്ഞു 9-ാം അധ്യായം 3-ാം വാക്യം, അവനെങ്കിലും ഇവന്റെ അമ്മയപ്പന്മാരും എങ്കിലും പാപം ചെയ്തിട്ടില്ല. അടുത്ത വാക്യം ശ്രദ്ധിക്കുക, ദൈവപ്രവൃത്തി ഇവന്റെ മേൽ വെളിവാകേണ്ടതിനത്ര ഇത് സംഭവിച്ചത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എൻ്റെ വാക്കുകളെ കൺക്ലൂഷൻ ചെയ്യുമ്പോൾ ഞാൻ ആത്മാവിൽ പറയുന്നു, ദൈവത്തിന്റെ പൈതല്, നിന്റെ ജീവിതത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും ദൈവത്തിന്റെ ആത്മാവിന് അറിയാം. അതിന്റെ നടുവിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ആ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നീ നിലകൊള്ളാൻ തയ്യാറാകുമ്പോൾ ആർക്കും കാണാത്തൊരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കാൻ പറ്റും. ഒരുപക്ഷെ ലോകം പറയും നിന്റെ പാപമാണ്, ലോകം പറയും നിന്റെ കുറവാണ്, ലോകം പറയും നിന്റെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ കാരണം നിന്റെ അശുദ്ധി അകൃത്യമാണെന്ന് പറയുമായിരിക്കാം.
ഇന്ന് വചനം പറയുന്നു, ശാപമല്ല അതിന് കാരണം. നിന്റെ കുടുംബത്തിന്റെ ശാപമല്ല, നിന്റെ മാതാപിതാക്കളുടെ ശാപമല്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ നീ പറ, എന്റെ മേലൊരു ദൈവപ്രവൃത്തി വരാനാണ് ഈ ജീവിതത്തിന്റെ ക്ലേശത എന്ന് പറ. ഈ ജീവിതത്തിന്റെ ക്ലേശം എന്തിനാണ്? എന്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണ്. വചനം പറയുന്നു, ദൈവപ്രവൃത്തി അവന്റെ മേൽ വെളിപ്പെടാൻ വേണ്ടിയാണ്. എന്നെ മടങ്ങി വരട്ടെ പ്രിയരെ. എന്തിനാണ് ഹന്നയുടെ ജീവിതത്തിൽ ആ നിന്ദയുണ്ടായത്? എന്തിനാ വേദനയുണ്ടായത്? വചനം പറയുന്നു, ഒരു ദൈവപ്രവൃത്തി അവളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നു. വ്യത്യസ്തമായ നിലകളിലാണ് ആ ദൈവപ്രവൃത്തിയുടെ ആ വശങ്ങൾ വ്യത്യസ്തമായ നിലകളാണ്. മറ്റുള്ളവർക്കാകണമെന്നില്ല. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വരുന്ന വേദനയല്ലായിരിക്കാം നമുക്കുണ്ടാകുന്നത്, മറ്റുള്ളവർ അനുഭവിക്കുന്ന വിഷയങ്ങളല്ലായിരിക്കാം നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷേ ഏത് വിഷയത്തിന്റെ നടുവിലും പരിഹാരകനായ യേശു വ്യത്യസ്തമായ നന്മ നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. യോശുവയോട് ദൈവം പറഞ്ഞു, യോശുവേ, അതേ ഈ ജനത്തിന്റെ നിന്ന ഞാൻ ഉരുട്ടിക്കളയാൻ പോവുകയാണ്. ഇതിനകത്തുനിന്ന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. ആ സ്ഥലത്തിന് യോശുവ ഒരു പേരിട്ടു. ആ പേര് ഗിൽഗാൽ എന്നാണ്. ഈ സന്ധ്യയെങ്കിൽ പരിശുദ്ധാത്മാ ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ദൈവം ഒരു ഗിൽഗാൽ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു ഗിൽഗാൽ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. വചനം പറയുന്നു, ഗിൽഗാൽ എന്ന് പറഞ്ഞാൽ നിന്ന ഉരുണ്ടുമാറിയ സ്ഥലം, നിന്ന ഉരുട്ടി മാറ്റിയ സ്ഥലം. അതെ, നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ജീവിതത്തിന്റെ നിന്ദകൾ, നിന്റെ ജീവിതത്തിന്റെ ദുഃഖങ്ങൾ, നിന്റെ ജീവിതത്തിന്റെ നിരാശകൾ ഉരുട്ടി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ കുടുംബത്തിൽ നീ അനുഭവിക്കുന്ന പ്രതിസന്ധി അത് ദൈവം മാറ്റാൻ ആഗ്രഹിക്കുന്നു. അതെ, നിന്റെ ജീവിതത്തിൽ ഓടി തളർന്ന വ്യക്തിയായിരിക്കാം, സകല വഴികളും ഒരുപക്ഷെ ഓടി തളർന്നൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. എന്ന സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് നിങ്ങൾ കൈമാറുന്നത്, നിങ്ങളുടെ നിന്ന മാറ്റാൻ ഈ ഉലകത്തിനകത്ത് ഒരുത്തന് മാത്രമേ അധികാരമുള്ളൂ. അതാണ് യേശു കർത്താവ്. വചനം പറയുന്നു, അതെ, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിന് നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ഈ ഉലകത്തിനകത്ത് ലോകം മുഴുവനും നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടമാക്കി കളഞ്ഞാൽ ആ മനുഷ്യൻ എന്ത് പ്രയോജനം? ഇന്ന് പകൽ അതേ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ രക്ഷിക്കപ്പെടാൻ ഒറ്റ നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞ എന്റെ വാക്കുകളെ പരിമിതപ്പെടുത്താം. പാപത്തിനകത്തുനിന്ന് രക്ഷിക്കപ്പെടാൻ, ശാപത്തിനകത്തുനിന്ന് രക്ഷിക്കപ്പെടാൻ, പാരമ്പര്യത്തിനകത്തുനിന്ന് രക്ഷിക്കപ്പെടാൻ, ജീവിതത്തിന്റെ ബന്ധനത്തിനകത്തുനിന്ന് രക്ഷപ്പെടാൻ, രോഗത്തിനകത്തുനിന്ന് രക്ഷപ്പെടാൻ, അതേപോലെ ഇരുട്ട് റൂമിനകത്തുനിന്ന് രക്ഷപ്പെടാൻ, ബന്ധനത്തിൽ നിന്നും നുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉലകത്തിനകത്ത് ഒരുത്തന് മാത്രമേ ആ രക്ഷിക്കുവാൻ അധികാരമുള്ളൂ. അതുകൊണ്ട് വചനം പറയുന്നു, രക്ഷപ്പെടാൻ ഭൂമിയിൽ യേശുവിന്റെ നാമമല്ലാതെ ഒരു നാമമില്ല. ഇന്ന് പകൽ നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് വിവിധ നിലകളിൽ ഓടുന്ന വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഒരു ദൈവദാസൻ എന്ന നിലയിൽ, ഒരു ദൈവത്തിന്റെ മകൻ എന്ന നിലയിൽ ഞാൻ അനുഭവിക്കുന്ന ദൈവകൃപ നിങ്ങൾ കൈമാറി പറയട്ടെ. ഈ ഉലകത്തിൽ ഒത്തിരി രക്ഷകളില്ല, ഒറ്റ രക്ഷയുള്ളൂ, അത് യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയാണ്. ആ രക്ഷയെ അനുഭവിച്ചില്ലെങ്കിൽ, ആ രക്ഷ പ്രാപിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല സഹോദരങ്ങളെ. ആ രക്ഷ നിങ്ങളുടെ വീട്ടിനകത്ത് വരാൻ ആഗ്രഹിക്കുന്നു, ആ രക്ഷ നിങ്ങളുടെ കുടുംബങ്ങളിൽ വരാൻ ആഗ്രഹിക്കുന്നു, ആ വിടുതൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, ആ വിടുതൽ നിങ്ങളെ ഉദ്ധരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകലിൽ അതെ ദൈവത്തിന്റെ സന്നിധി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ആ രക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറ്റുന്ന ദൈവമുണ്ട്. നിങ്ങളുടെ നിന്ദകളും നിങ്ങളുടെ വേദനകളും സന്തോഷമാക്കി മാറ്റി അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീക മുഹൂർത്തത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ എത്ര ദൈവമൊക്കെ ദൈവത്തെ സ്തുതിപ്പാനിടയാകും. നമ്മുടെ കണ്ണുകളെ ദൈവത്തിന് അടയ്ക്കും. വേദപുസ്തകം പറയുന്നു, യോശുവ ആ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന് പേരിട്ടു. ഇന്ന് പകൽ എത്ര പേർ പ്രാർത്ഥിക്കും എന്റെ കൂടെ ചേർന്ന്, കർത്താവേ, എന്റെ വീടൊരു ഗിൽഗാലായി മാറട്ടെ, എന്റെ ജീവിതം ഒരു ഗിൽഗാലായി മാറട്ടെ, എന്റെ ഭാവി ഒരു ഗിൽഗാലായി മാറട്ടെ. ഇന്നലകളിൽ ശത്രു ഉരുട്ടിവെച്ച ശാപങ്ങൾ, ഇന്നലകളിൽ ശത്രു ഉരുട്ടിവെച്ച ബന്ധനങ്ങൾ, ഇന്നലകളിൽ ശത്രു ഉരുട്ടിവെച്ച പാരമ്പര്യത്തിന്റെ അനുഭവങ്ങൾ, ഇന്നലകളിൽ ശത്രു ഉരുട്ടിവെച്ച രോഗത്തിന്റെ അനുഭവങ്ങൾ, അതെ ഇന്നലകളിൽ ശത്രു ഉരുട്ടിവെച്ച അത് ഇരുളിന്റെ അധികാരങ്ങൾ ഉരുട്ടിവെച്ച അത് തടസ്സങ്ങൾ, ഇന്ന് പകൽ കർത്താവേ നീ അത് ഉരുട്ടി മാറ്റിമാറാകണമെന്ന് പറയാൻ എത്ര പേർ തയ്യാറാണ്? നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം ഏകദേശം കഴിഞ്ഞിരിക്കുക.
ഇന്ന് പകൽ ആത്മാവ് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യാൻ മതിയായ ദൈവമാണ്. പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ ചേർന്നുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ വിഷയത്തിന് മറുപടി ദൈവം ചെയ്യാൻ പോവുകയാണ്. വിശ്വസിപ്പാൻ തയ്യാറാകും. ദൈവം നിങ്ങളെ ഉദ്ധരിക്കാൻ പോവുകയാണ്. അതെ, ദൈവത്തിൽ വിശ്വസിപ്പാൻ തയ്യാറാകും. ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ സന്ധികൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ റാബ ശകധരാജഗടഗതിയാധര നിന്റെ കുടുംബത്തിനകത്തത് ചലിക്കാൻ പോവുകയാണ്. നിന്റെ രോഗക്കിടക്കകത്തത് ചലിക്കാൻ പോവുകയാണ്. നിന്റെ ജോലി മണ്ഡലത്തിനത് ചലിക്കാൻ പോവുകയാണ്. നിന്റെ ഭാവി മണ്ഡലത്തിനത് ചലിക്കാൻ പോവുകയാണ്. വിശ്വസിപ്പാൻ തയ്യാറാകുക. ദൈവം നിന്നെ ഉദ്ധരിക്കാൻ പോവുകയാണ്. കർത്താവെ, ഇന്ന് ഈ സന്ധ്യയെങ്കിൽ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിനകത്ത് ഈ സന്ധ്യകൾ വചനത്തെ കൈമാറുമ്പോൾ വചനം പറയുന്നു, അവൻ അവരുടെ ജീവിതത്തിൽ അത് ഗിൽഗാലായി മാറി. യഹോവയായ ദൈവം പറഞ്ഞു അവരുടെ ജീവിതത്തിൽ ആ നിന്ന ഞാൻ മാറ്റുകയാണ്. ഇന്ന് പകൽ യേശുവേ, ഈ ജനത്തിന്റെ അനുഭവത്തിൽ അവർ അനുഭവിക്കുന്ന സകല വേദനകളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവ്, രോഗികൾ ഈ സന്ധിയിൽ സൗഖ്യമാകട്ടെ. ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. ബന്ധിക്കപ്പെടുന്നവർ ഈ സന്ധിയെങ്കിൽ അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ജീവിതത്തിന്റെ ക്ലേശം അനുഭവിക്കുന്നവർ ഇപ്പോൾ സന്തോഷം അനുഭവിക്കട്ടെ. പുതുവഴികൾ യേശുവിൻ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കുന്നു. ഇതിന്റെ അഡ്മിൻസുകളെ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ ദാസീദാസന്മാരെ അനുഗ്രഹിക്കുന്നു. എന്നെ ലൈവിൽ ശ്രദ്ധിച്ച എല്ലാവരുടെ മേലും ആ അഭിഷേകത്തിന്റെ ചലനം വ്യാപരിക്കപ്പെടട്ടെ. ദൈവാത്മാവ് അങ്ങനെ ചെയ്യണം. താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ നിന്ന മാറുവാൻ യേശു കാൽവറി കുലക്കളത്തിൽ മരിച്ചു. പ്രാണം തന്ന അവിടെ നിങ്ങളെ വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വം യേശുവിന്. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വചനങ്ങളെ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ ഇതുവരെ കേട്ടിരുന്ന ബഹുമാനരും ശ്രേഷ്ഠരുമായ എല്ലാ പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതം ഒരു ഗിൽഗാലായി മാറട്ടെ. 2020 അവസാനം വരെ കൊണ്ടുവന്ന അതേ ദൈവം 2021 ഒരു ഗിൽഗാലാക്കി മാറ്റുവാൻ മതിയായ കർത്താവാണ്. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.